ശബരിമല സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും സുപ്രീം കോടതി നാളെ പരിഗണിക്കും. 4 റിട്ട് ഹർജികളും 2 പ്രത്യേക അനുമതി ഹർജികളും 2 ട്രാൻസ്ഫർ പെറ്റീഷനും ഉൾപ്പെടെ 65 ഹർജികളാണ് പരിഗണിക്കുന്നത്. അതേസമയം കോടതിയലക്ഷ്യ ഹർജികൾ നാളെ പരിഗണിക്കില്ല. വിവരങ്ങളുമായി സന്തോഷ് സലങ് ചേരുന്നുണ്ട്. സന്തോഷ്, നാളെ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും നാളെ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ കൂടി. അവന്തിക, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് നാളെ സുപ്രീം കോടതി പരിഗണിക്കുന്ന ഹർജികളുടെ ലിസ്റ്റ് പുറത്തു വന്നത്. ഇത് പരിശോധിക്കുമ്പോൾ ഈ കോടതി അലക്ഷ്യ ഹർജികൾ ഒഴികെ ബാക്കി എല്ലാ ഹർജികളും നാളെ തന്നെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നു. ഇതുവരെ സുപ്രീം കോടതിക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് 56 പുനഃപരിശോധന ഹർജികളാണ്. ഇത് കൂടാതെ 4 റിട്ട് ഹർജികൾ, 2 പ്രത്യേക അനുമതി ഹർജികൾ, കൂടാതെ കേരള ഹൈക്കോടതിയിൽ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസുകളെല്ലാം സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന 2 ട്രാൻസ്ഫർ അപേക്ഷകൾ, കൂടാതെ ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്ന സാവകാശ ഹർജി, ഇങ്ങനെ 65 ഹർജികൾ ഒന്നടങ്കം നാളത്തേക്ക് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് മുമ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സുപ്രീം കോടതി പരിഗണിക്കും. ഈ നാളെ സുപ്രീം കോടതി പരിഗണിക്കുക ഈ ഹർജികളെല്ലാം തുടർവാദം കേൾക്കേണ്ടതാണോ എന്നാണ്. ഏതെങ്കിലും തരത്തിൽ ഫെബ്രുവരി 28 വിധി ശരിയല്ല എന്നറിയിക്കാൻ ഈ ഹർജിക്കാർക്ക് കഴിഞ്ഞാൽ ഇതിന്റെ തുടർവാദം കേൾക്കാനുള്ള സമയം നിശ്ചയിക്കുകയാണ് സുപ്രീം കോടതി ചെയ്യുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുതിർന്ന അഭിഭാഷകരെ തന്നെ എല്ലാ ഹർജിക്കാരും നാളെ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. കോടതിക്ക് മുമ്പിൽ 3 വഴികളുണ്ട് എന്ന് ഇപ്പോൾ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 1, കാര്യമാത്ര പ്രസക്തമല്ലെന്ന് കണ്ട് എല്ലാ ഹർജികളും തള്ളിക്കളയാം. 2, സ്റ്റേ നൽകിയ ശേഷം വിശദമായ വാദത്തിലേക്ക് കടക്കാം. 3, 7 അംഗ ബെഞ്ച് രൂപീകരിച്ച് വിധി പരിശോധിക്കാൻ തീരുമാനിക്കുകയും ചെയ്യാം. അവന്തിക. ശരി, സന്തോഷ് സലിംഗാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. കേന്ദ്ര സർക്കാരിനെതിരെ മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ നടത്തിവന്ന ധർണ അവസാനിപ്പിച്ചു. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ സാന്നിധ്യത്തിലാണ് ധർണ അവസാനിപ്പിക്കുന്നതായി മമതാ ബാനർജി പ്രഖ്യാപിച്ചത്. നരേന്ദ്രമോദിയുടെ ഏകാധിപത്യം തുറന്നു കാണിക്കാൻ സാധിച്ചുവെന്നും പ്രഖ്യാപിത ലക്ഷ്യം നേടിയെന്നും മമതാ ബാനർജി അവകാശപ്പെട്ടു. അതേസമയം കൊൽക്കത്ത പോലീസ് കമ്മീഷണർക്കെതിരെ കേന്ദ്ര സർക്കാർ അച്ചടക്ക നടപടികൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് സലങ് ചേരുന്നുണ്ട്. സന്തോഷ്, കൂടുതൽ വിശദാംശങ്ങൾ. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8 മണിയോടുകൂടിയാണ് മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനെതിരെ സത്യാഗ്രഹ ധർണ പശ്ചിമ ബംഗാളിൽ ആരംഭിച്ചത്. 48 മണിക്കൂറിനോട് അടുക്കുമ്പോഴാണ് ആ ധർണ അവസാനിപ്പിച്ച് മമത പിന്മാറുന്നതും. മമതാ ബാനർജിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് സുപ്രീം കോടതി ഇന്ന് ആരംഭം കുറിച്ചതും ഈ സമരം പിൻവലിപ്പിക്കാൻ ഒരു കാരണമായിട്ടുണ്ട്. പക്ഷേ മമതാ ബാനർജി ചന്ദ്രബാബു നായിഡുവിന്റെ സാന്നിധ്യത്തിൽ സമരം പിൻവലിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത് തന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെയും നരേന്ദ്രമോദിയുടെയും ധാർഷ്ട്യം തുറന്നു കാണിക്കാൻ കഴിഞ്ഞു. 22 പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പിന്നിൽ അണിനിരുന്നു എന്നും മമതാ ബാനർജി അവകാശപ്പെടുകയും ചെയ്തു. മുൻ പ്രധാനമന്ത്രി ദേവഗൌഡ ഫോണിൽ വിളിച്ച് സമരം വിജയിച്ചു എന്ന് അറിയിച്ചിട്ടുണ്ടെന്നും മമതാ ബാനർജി പറഞ്ഞു. എന്തായാലും ഇനിയുള്ള രാഷ്ട്രീയ സമരങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ നടത്തും എന്നാണ് മമതാ ബാനർജി പ്രഖ്യാപിക്കുകയും ചെയ്തത്. സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നുണ്ടായ വിധി അനുകൂലമാണ് എന്ന് മമതാ ബാനർജി പറയുമ്പോൾ പോലും കോടതിയലക്ഷ്യ നടപടികൾ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനെതിരെയുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തേണ്ട ഒരവസ്ഥയിലായിരിക്കുകയാണ് മമതാ ബാനർജി. അതേസമയം കേന്ദ്ര സർക്കാരാകട്ടെ കൊൽക്കത്ത പോലീസ് കമ്മീഷണർക്കെതിരെ അച്ചടക്ക നടപടികൾ ആരംഭിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കമ്മീഷണർക്കെതിരെ അച്ചടക്ക നടപടികൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസും സർക്കാരിന് നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതിയിലും വലിയ നാടകീയ സംഭവവികാസങ്ങളാണ് ഈ കേസ് വാദത്തിനിടയിൽ ഉണ്ടായത്. കേന്ദ്ര സർക്കാർ വാദിച്ചത് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത് ഒരു സായുധ വിപ്ലവം എന്നാണ്. ഒരു ഭരണഘടനാ വ്യവസ്ഥിതിയെ പോലും തച്ച് തകർത്തിരിക്കുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് CBI ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തത്. ഈ വാദം പൂർത്തിയാക്കിയ സുപ്രീം കോടതി പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാൻ വിധേയനാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അയാളെ അറസ്റ്റ് ചെയ്യുകയോ കയ്യേറ്റം ചെയ്യുകയോ ചെയ്യരുത്. ഇതിനായി ഒരു സ്ഥലം നിശ്ചയിച്ച സുപ്രീം കോടതി ഷിലോങ്ങിൽ, പശ്ചിമ ബംഗാളിന് പുറത്ത് ഷിലോങ് ആണ് സുപ്രീം കോടതിക്ക് നൽകിയിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയാവുന്നത്. കേന്ദ്ര സർക്കാർ മറ്റൊരു നീക്കം സുപ്രീം കോടതിയിൽ നടത്തിയത് കോടതി അലക്ഷ്യ നടപടികൾ ആരംഭിക്കുക എന്നതായിരുന്നു. അറ്റോർണി ജനറലിന്റെ പിടിവാശി കാരണം എന്തായാലും കോടതി അലക്ഷ്യ നടപടികൾ ആരംഭിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. പശ്ചിമ ബംഗാൾ ചീഫ് ജസ്റ്റിസിനും സംസ്ഥാന പോലീസ് മേധാവിക്കും ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകി. 21-ാം തീയതി കേസ് വീണ്ടും വാദത്തിനെടുക്കും. 18-ാം തീയതിക്കകം ഇരുവരും ഈ നോട്ടീസിന് മറുപടി നൽകണം. 19-ാം തീയതി DGPയും ചീഫ് സെക്രട്ടറിയും നേരിട്ട് കോടതിയിൽ ഹാജരാകുമോ ഇല്ലയോ എന്ന കാര്യം അറിയിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്.
പ്രളയസമയത്ത് വ്യോമസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ വിമാന വാടക അടക്കമുള്ള തുകയുടെ ബില്ല് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകി. 102.6 കോടി രൂപ വരുന്ന ബില്ലാണ് കേന്ദ്രം കേരളത്തിന് നൽകിയത്. നാവികസേനയുടെ ബില്ലും തയ്യാറാകുന്നതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. ദില്ലിയിൽ നിന്നും ശരത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആഗസ്റ്റിൽ കേരളത്തിൽ ഉണ്ടായ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ വ്യോമസേന ഇപ്പോൾ ആ രക്ഷാപ്രവർത്തനത്തിന് കണക്ക് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വ്യോമസേനയുടെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ചതിന്റെ ഭാഗമായി 102.6 കോടി രൂപ ചെലവായതായും ഈ പണം ബില്ല് എന്നുള്ള നിലയിൽ കേരളത്തിന് നൽകിയതായും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ സുഭാഷ് ബംറ രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചിരിക്കുകയാണ്. വ്യോമസേനയുടെ വിമാനങ്ങളും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിനും അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിനും ഒക്കെ തന്നെ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുവേണ്ടി എത്ര രൂപ ചെലവായി എന്നതിന്റെ ബില്ലാണ് ഇപ്പോൾ കേരളത്തിന് നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ 517 തവണ വ്യോമസേന വിമാനങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നും 3787 പേരെ ഈ വ്യോമസേന വിമാനങ്ങൾ വഴി രക്ഷിച്ചു എന്നും ഏതാണ്ട് 1350 ടണ്ണോളം വസ്തുക്കൾ വ്യോമസേന വിമാനം വഴി കടത്തി എന്നുള്ള കണക്കുകളാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വ്യോമസേന ഹെലികോപ്റ്ററുകൾ 634 തവണ ഉപയോഗിച്ചതായും 584 പേരെ വ്യോമസേന ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയതായുമാണ് ഇപ്പോൾ രാജ്യസഭയിൽ രേഖാമൂലം സമർപ്പിച്ച റിപ്പോർട്ട് മറുപടിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ അരിയുടെയും അതുപോലെ തന്നെ മണ്ണെണ്ണയുടെയും ഒക്കെ തന്നെ കാര്യത്തിൽ ആദ്യം സൗജന്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് പ്രളയ സമയത്ത് ഇവയൊക്കെ നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ഇവയുടെ തുക കേരളത്തിന് അനുവദിച്ചിട്ടുള്ള പ്രളയ ദുരിതാശ്വാസത്തിൽ നിന്നും പിടിക്കുമെന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടായത്. അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഏതാണ്ട് 102 കോടിയോളം രൂപ ഇത്തരത്തിൽ കേരളത്തിന് ഒഴിവായി കിട്ടുന്ന ഒരു പണമായിരുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു ബില്ല് നൽകിക്കൊണ്ട് ഇപ്പോൾ പിടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. വ്യോമസേനയെ കൂടാതെ നാവികസേനയുടെയും ആർമിയുടെയും ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ബില്ലുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും കേന്ദ്ര സർക്കാർ രേഖാമൂലം തന്നെ രാജ്യസഭയെ അറിയിച്ചിരിക്കുകയാണ്. പ്രളയാനന്തര പുനർനിർമ്മാണത്തിനായി കേരളം സ്വന്തം നിലയിൽ വലിയ രീതിയിൽ വിഭവ സമാഹരണം നടത്തുന്നതിന്റെ ഇടയിലാണ് വിദേശ ഫണ്ട് ഉൾപ്പെടെ തടഞ്ഞ കേന്ദ്ര സർക്കാർ പുതിയ ഒരു ബില്ലും അതുപോലെ തന്നെ കേരളത്തിന് തിരിച്ചടിയുമാകുകയും ചെയ്യുന്ന ഒരു കണക്കുമായും ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്ര ബജറ്റിൽ നിന്നുണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. AKG പഠന ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജീവൻകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞും കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം തരാത്ത കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിന്റെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടിയുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ 1.5 മണിക്കൂർ പ്രസംഗം നടത്തിയത്. കേരളത്തിന്റെ സമഗ്രമായ പുനർനിർമ്മാണമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരികയാണ്. സാമൂഹ്യ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം തരാതിരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സംസ്ഥാന ബഡ്ജറ്റിനെ അധികരിച്ചുകൊണ്ട് AKG പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനത്തിന് അനുയോജ്യമായ ഒരു ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ കാണേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് അവതരിപ്പിച്ച ശേഷമാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. ഈ 4.25 വർഷവും ജനവിരുദ്ധമായ നയങ്ങൾ ഓരോന്നോരോന്നായി നടപ്പാക്കി ഇപ്പോൾ ചില പുതിയ വാഗ്ദാനങ്ങൾ നൽകുക എന്ന നിലയാണ് കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. LDF കൺവീനർ A വിജയരാഘവൻ, പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ VK രാമേന്ദ്രൻ, പ്ലാനിംഗ് ബോർഡ് അംഗം KN ഹരിലാൽ എന്നിവർ സംസാരിച്ചു. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി വിപുലീകരിക്കാൻ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് തിരുവനന്തപുരത്ത് യോഗം ചേർന്നത്. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് സമിതി വിപുലീകരിക്കുന്നത്. റിനു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
പുതിയതായി ക്ഷണം സ്വീകരിച്ചെത്തിയ ഇസ്ലാം ക്രൈസ്തവ നവോത്ഥാന സംഘടനകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ഒരു യോഗം വിളിച്ചു ചേർത്തത്. ഒരു വിപുലീകരണ യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തത്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു യോഗം ചേർന്നതിൽ ഇസ്ലാം ക്രൈസ്തവ സംഘടനകളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപമുണ്ടായിരുന്നു. എന്നാൽ കൃത്യമായി തന്നെ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ഒരു ക്ഷണം സ്വീകരിച്ചാണ് നിരവധി ഇസ്ലാം ക്രൈസ്തവ നവോത്ഥാന സംഘടനകളുടെ പ്രതിനിധികൾ ഇന്ന് തിരുവനന്തപുരത്ത് ഈ യോഗത്തിൽ എത്തിച്ചേർന്നത്. യോഗത്തിൽ കൃത്യമായി തീരുമാനമെടുത്തത് മാർച്ച് മാസം 10-ാം തീയതി മുതൽ 15-ാം തീയതി വരെ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഒരു നവോത്ഥാന സംഗമം സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇനി വരാനുള്ള ഈ നവോത്ഥാന സംഘടനയിലേക്ക് മൂല്യ സംരക്ഷണ സമിതിയിലേക്ക് എത്തുവാനുള്ള നവോത്ഥാന സംഘടനകളെ ഇനിയും സ്വീകരിക്കുമെന്നും കൃത്യമായി തന്നെ നവോത്ഥാന സംരക്ഷണ മൂല്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ സമിതി മുന്നോട്ട് പോകുമെന്നും ഒരിക്കലും രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടോ അല്ല ഈ സമിതിയുടെ പ്രവർത്തനമെന്നും സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംഘടനകൾ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തി പാരമ്പര്യമുള്ള പ്രഗത്ഭരായ ഹിന്ദുക്ക വിഭാഗത്തിൽപ്പെടാത്ത പലരും ഇന്നത്തില്ല എന്നൊരു ആക്ഷേപം പൊതുമധ്യത്തിലുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സഹോദര സമുദായങ്ങളുമായി സമുദായ നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്ത് മുസ്ലിം സമുദായത്തിൻ്റെയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും പ്രഗത്ഭരായ മതപണ്ഡിതന്മാരും ബിഷപ്പ് തിരുമേനിമാരും ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായ്മ ഇന്നുണ്ടായി. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു നവകേരള സൃഷ്ടി എന്നുള്ളതാണ് ഈ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ മുദ്രാവാക്യം. ഇതിനായി സർക്കാരിനൊപ്പം ഈ സമിതി നിൽക്കുമെന്ന് പുന്നല ശ്രീകുമാർ, ഈ സമിതിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള പുന്നല ശ്രീകുമാർ അറിയിച്ചു. നിലവിൽ 9 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇതിന് ഈ സംരക്ഷണ സമിതിക്ക് ഉള്ളത്. എന്നാൽ പുതിയതായി എത്തിച്ചേരുന്നവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി തന്നെ ഇത് വിപുലീകരിക്കുവാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിപുലീകരിക്കുവാൻ വരുന്ന യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നും പുന്നല ശ്രീകുമാർ അറിയിച്ചു. ഇതിനൊരു രാഷ്ട്രീയ മാനം കാണേണ്ടതില്ല. കാരണം ഞങ്ങൾ കുറെ നാളുകളായി നടത്തി വരുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണിത്. ആ ഘട്ടത്തിലൊരു തെരഞ്ഞെടുപ്പ് വന്നതേ ഉള്ളൂ. അതിന് വേറൊരു പരിവേഷം കാണേണ്ട കാര്യമില്ല. കൃത്യമായി നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിവിധ പരിപാടികളാണ് സംസ്ഥാനത്ത് ഒട്ടാകെ നടത്തുവാൻ വേണ്ടി നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ സഹായത്തോടു കൂടിയായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുക. വരും ദിവസങ്ങളിൽ ആ ഒരു അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ് സമിതിയുടെ കർത്തവ്യമെന്നും വിവിധ നേതാക്കൾ പ്രതികരിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1.25 ലക്ഷത്തിലധികം വിശ്വാസികൾക്കായി നടത്തിയ കുർബാനയോടെ ആണ് മാർപ്പാപ്പയുടെ UAE പര്യടനം പൂർത്തിയായത്. വിശുദ്ധ കുർബാന നടന്ന അബുദാബി സയ്യിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ലോകത്തിന്റെ പരിച്ഛേദമായി മാറിയിരുന്നു. അബുദാബിയിൽ നിന്ന് T ജമാലുദ്ദീന്റെ റിപ്പോർട്ട് കാണാം. തീർച്ചയായും സാഹോദര്യത്തിന്റെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ UAE സന്ദർശിച്ചത്. ഉജ്ജ്വലമായ സ്വീകരണമാണ് UAE ഭരണാധികാരികൾ മാർപ്പാപ്പയ്ക്ക് നൽകിയത്. ഇന്നലെ അബുദാബി പ്രസിഡൻഷ്യൽ പാലസിൽ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഉജ്ജ്വലമായ വരവേൽപ്പ് തന്നെ മാർപ്പാപ്പയ്ക്ക് നൽകി. ഇന്നലെ മാർപ്പാപ്പ അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് സന്ദർശിച്ചിരുന്നു. ഇവിടെ മുസ്ലിം എൽഡേഴ്സ് കൗൺസിൽ അംഗങ്ങളുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി. ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, മാനവ സൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന മാനവ സൗഹാർദ്ദത്തിന് വേണ്ടിയുള്ള മനുഷ്യ സാഹോദര്യ രേഖയിൽ മാർപ്പാപ്പ ഒപ്പുവെച്ചു എന്നതാണ്. ഈജിപ്തിലെ അലസർ ഗ്രാൻഡ് ഇമാമായ ഡോക്ടർ അഹമ്മദ് അൽ തൊയ്യബും ഈ രേഖയിൽ ഒപ്പുവെച്ചു. തീവ്രവാദത്തിനെതിരെ ഒരുമിച്ച് പോരാടണം എന്ന ആഹ്വാനമാണ് ഈ നേതാക്കൾ നൽകിയത്. ഇന്ന് രാവിലെ മാർപ്പാപ്പ അബുദാബിയിലെ സെന്റ് ജോസഫ് കത്തീഡ്രൽ സന്ദർശിച്ചു. അതിനുശേഷം മാർപ്പാപ്പ അബുദാബി ഷെയ്ഖ് സായിദ് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. 1.5 ലക്ഷത്തോളം പേരാണ് ഈ കുർബാനയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത്. ഇത് UAE നിന്ന് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിരുന്നു. തീർച്ചയായും UAE ലോകത്തിന് മുന്നിൽ വെക്കുന്ന ഉദാത്തമായ ഒരു സന്ദേശം തന്നെയാണ് മാർപ്പാപ്പയുടെ ഈ സന്ദർശനവും അദ്ദേഹത്തിന് നൽകിയ വലിയ സ്വീകരണവും. ഇതാദ്യമായാണ് ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ UAE സന്ദർശിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും അറബ് ലോകത്തിന് തന്നെയും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു സ്വീകരണമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് UAE നൽകിയത്. ഇന്ന് രാവിലെ ഷെയ്ഖ് സായിദ് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്ന ജനസാഗരം വലിയ ഒരു ജനക്കൂട്ടത്തെ സാക്ഷിയാക്കിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ കുർബാന നടത്തിയത്. ഇന്ന് ഉച്ചയോടുകൂടി UAEയുടെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം റോമിലേക്ക് മടങ്ങുകയും ചെയ്തു.
കേരളത്തിൽ ബിജെപിയുടെ തോൽവി സമ്മതിച്ച് ഒ രാജഗോപാൽ എംഎൽഎ. ബിജെപി ഇതുവരെ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ലെന്നും അടുത്തൊന്നും വരാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. കേരള ധനവിനിയോഗ ബില്ലിന്റെ ചർച്ചയ്ക്കിടെയായിരുന്നു ഒ രാജഗോപാലിന്റെ പ്രസ്താവന. ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് നിയമസഭയിൽ ഉണ്ടായ പ്രധാന സംഭവവികാസങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ആലപ്പാട്ടെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അതിൽ ഊന്നിയായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇതിൽ സർക്കാരിന്റേതായ നിലപാട് വിശദീകരിക്കുകയും ചെയ്തു. മറ്റൊന്ന്, ഒ രാജഗോപാൽ അദ്ദേഹം സംസ്ഥാനത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ബിജെപിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് അതിന്ന് നിയമസഭയിൽ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ. ആദ്യത്തേത് ആലപ്പാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഈ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പി.ടി. തോമസ് ആയിരുന്നു പ്രതിപക്ഷത്തിൽ നിന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇതിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ മറുപടി നൽകിയത്. അദ്ദേഹം വ്യക്തമാക്കിയ കാര്യങ്ങൾ, നിലവിൽ ആലപ്പാടുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള 16.5 കിലോമീറ്ററിലാണ് ഖനനം നടക്കുന്നത്. എന്നാൽ ഈ പ്രദേശത്ത് കൃത്യമായ രീതിയിൽ ശക്തമായ കടൽ ഭിത്തി അവിടെ നിലവിലുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. ആലപ്പാട് പഞ്ചായത്തിന്റെ ഭാഗത്ത് 500 മീറ്ററിൽ ആണ് കടൽ ഭിത്തി ഇല്ലാത്തത്. ആ പ്രദേശത്ത് IRAയുടെ സീ വാഷിംഗ് നടക്കുന്നുണ്ട്. അവിടെയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു വിഷയം ഉയർന്നു വരുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും അദ്ദേഹം വിശദീകരിച്ചത്. മറ്റൊന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരശോഷണം ഉണ്ടാകുന്നത് അത് ഒരിക്കലും കരിമണൽ ഖനനം കൊണ്ടല്ല, അത് വസ്തുത വിരുദ്ധമായ കാര്യമാണ് മറ്റുള്ളവർ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ പ്രചരിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കൊല്ലം തുളസി ചവറ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ശബരിമലയിലെത്തുന്ന സ്ത്രീകളെ രണ്ടായി വലിച്ചുകീറി ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഒരു ഭാഗം ഡൽഹിയിലേക്കും അയക്കണമെന്നായിരുന്നു കൊല്ലം തുളസിയുടെ വിവാദ പരാമർശം. തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് സ്റ്റേഷന് മുൻപിൽ തടിച്ചുകൂടിയവർ കൂക്കി വിളിച്ചു. രാജ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. BJP അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള നയിച്ച ജാഥയ്ക്കിടെയായിരുന്നു ചവറയിൽ യോഗത്തിനിടെ വിവാദ പരാമർശം നടത്തി കൊല്ലം തുളസി വെട്ടിലായത്. സ്ത്രീകളെ രണ്ടായി വലിച്ചുകീറി ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും മറുഭാഗം ദില്ലിയിലേക്ക് അയക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം. അതേസമയം ജുഡീഷ്യറിക്കെതിരെയും അദ്ദേഹം വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. ഇതിനെ തുടർന്ന് ചവറ ബ്ലോക്ക് ഡിവൈഎഫ്ഐ കമ്മിറ്റി പോലീസിന് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നുള്ള ഘട്ടം വന്നപ്പോൾ അദ്ദേഹം വിവിധ കോടതികളിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചു. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ പോയി. പക്ഷേ ഹൈക്കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിന് പകരം അദ്ദേഹത്തോട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ കീഴടങ്ങാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതിനനുസരിച്ച് അഭിഭാഷകരുമൊത്ത് ഇന്ന് ചവറയിൽ പോലീസിന് മുന്നാകെ അദ്ദേഹം കീഴടങ്ങുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. പിന്നീട് അദ്ദേഹത്തിന്റെ ശബ്ദം കരുനാഗപ്പള്ളിയിലെ ഒരു സ്വകാര്യ സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡ് ചെയ്തു. ഇതും ചവറയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം വിവിധ ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് പോലീസ് ശേഖരിച്ചിരുന്നു. ഇവ രണ്ടും ഫോറൻസിക്കിന്റെ പരിശോധനയ്ക്ക് വേണ്ടി അയക്കുമെന്ന് പോലീസ് അറിയിച്ചു. തുടർന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി. പക്ഷേ കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ശബരിമല ദർശനത്തിന് പോയതിന്റെ പേരിൽ കനകദുർഗയെ ഭർത്തൃവീട്ടിൽ നിന്ന് തടയരുതെന്ന് കോടതി. പുലാമന്തൂർ ഗ്രാമന്യായ നിലയമാണ് വിധി പറഞ്ഞത്. അടുത്ത മാസം 31-ന് കേസ് വീണ്ടും പരിഗണിക്കും. അതേസമയം കോടതി വിധിയെ തുടർന്ന് കനകദുർഗ ഭർത്തൃവീട്ടിലെത്തി. സ്വാലിഹ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമല ദർശനം കഴിഞ്ഞെത്തിയ കനകദുർഗയെ ഭർത്തൃവീട്ടുകാർ മർദ്ദിച്ചിരുന്നു. വീട്ടിൽ പ്രവേശിക്കുന്നത് തടയുകയും ചെയ്തു. തുടർന്നാണ് കനകദുർഗ കോടതിയെ സമീപിച്ചത്. പുലാമന്തോൾ ഗ്രാമന്യായ നിലയമാണ് ഇപ്പോൾ കനകദുർഗയുടെ അപേക്ഷയിൽ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കനകദുർഗ ഭർത്തൃവീട്ടിൽ പ്രവേശിക്കുന്നത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തെ ഭർത്തൃവീട്ടിൽ പ്രവേശിക്കുന്നത് തടയരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. വീട് പങ്കിട്ട് താമസിക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മൈനർമാരായ കുട്ടികളുടെ സംരക്ഷണത്തെക്കുറിച്ച് കോടതി പിന്നീട് പറയും. നിലവിൽ കുട്ടികളെ കാണുന്നതോ പരിചരിക്കുന്നതോ തടയാൻ പാടില്ല. അതോടൊപ്പം കനകദുർഗയുടെ ബന്ധുക്കൾ വീട് സന്ദർശിക്കുന്നത് തടയാൻ പാടില്ല. അതോടൊപ്പം തന്നെ വീട്ടിലെ പൈപ്പ്, വൈദ്യുതി തുടങ്ങിയ ഉപകരണങ്ങൾ വിച്ഛേദിക്കാൻ പാടില്ല. വീട് മറിച്ച് വിൽക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊരിടത്തേക്ക് പോകാനില്ല. അതുകൊണ്ട് തന്നെ ഇത് ഗാർഹിക പീഡന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ കോടതി കൂടുതൽ പരിശോധിച്ചു വരികയാണ്. അടുത്ത മാസം 31-ന് വീണ്ടും കോടതി ഇക്കാര്യങ്ങൾ പരിഗണിക്കും. കുട്ടികളുടെ സംരക്ഷണത്തെക്കുറിച്ച് അന്ന് മാർച്ച് 31-ന് വീണ്ടും പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി ഉത്തരവ് പറയും.